എൻ്റെ പേര് എലിസബത്ത് ജോസഫ്. ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ ചാച്ചനും എനിക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാച്ചൻ 2023 ഒക്ടോബറിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്താമായിരുന്നു. പക്ഷേ ചാച്ചൻ അത് കറക്റ്റായിട്ടൊന്നും ഉടമ്പടി പാലിച്ചില്ലായിരുന്നു. ചാച്ചനൊരു ഞങ്ങളെടുത്ത് 2 വർഷം മുമ്പ് വന്നു അബുദാബിയിൽ. അപ്പോൾ എപ്പോഴും പറയും, എനിക്ക് തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്, എന്തോ ഇങ്ങനെ ഒരു കഫം വന്നിരിക്കുന്നു, എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ചുമയ്ക്കും. ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു. ചാച്ചന് പിന്നെ അതങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് UK പോയപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനെ. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു. അവർ CT ലങ്സ് എടുത്തു. അപ്പോൾ പറഞ്ഞു ഇൻഫെക്ഷനുണ്ട്, എന്തിൻ്റെയോ ഇൻഫെക്ഷനുണ്ട്, ആൻറ്റിബയോട്ടിക് എടുത്താൽ മാറുമെന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് എടുത്തു. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചാച്ചന് ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു, ഭയങ്കര വിഷമം വന്നിട്ട് ഞങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നു. അമ്മച്ചിയും ചാച്ചനും കൂടി വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചാച്ചന് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, എന്തോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി. ഒരു 2 ആഴ്ചയായിട്ടും ചാച്ചന് ഒരു കുറവുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എങ്ങനെയാണോ ഞാൻ വന്നത് അതുപോലെ തന്നെ വന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയില്ല, എല്ലാം ക്ലിയറാണ്, ചെസ്റ്റ് എക്സ്റേ ക്ലിയറാണ്, എല്ലാം ക്ലിയറാണ്, പക്ഷേ അപ്പച്ചൻ ഓക്കെ ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, മനെ ഓക്സിജൻ്റെ അളവൊക്കെ ഒത്തിരി കുറയുവാന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്സിജൻ വെച്ചു. അങ്ങനെ പിന്നെ ഒരു ദിവസം 85, 84 ഓക്സിജൻ്റെ അളവെന്ന് പറഞ്ഞു. അത് തീരെ കുറവാണ്. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളിവിടെ ചെയ്തു, ഞങ്ങൾക്ക് എന്താണെന്ന് പിടികിട്ടണില്ല, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചാച്ചൻ്റെ നേരെ ICUലോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ എമർജൻസി ലീവിന് കഴിഞ്ഞ സാറ്റർഡേ വന്നു. ഫ്രൈഡേയിലാണ് ചാച്ചനെ ICUയിൽ കൊണ്ടുപോയത്. തേഴ്സ്ഡേ നൈറ്റാണ് ചാച്ചനെ റെഫർ ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രൈഡേ നൈറ്റ് അവിടെ നിന്ന് പോന്നു. സാറ്റർഡേ ഇവിടെ വന്നപ്പോഴും ഡോക്ടർ പറയണത് എത്ര ഹൈ ലിറ്റർ ഓക്സിജൻ കൊടുത്തിട്ടും ചാച്ചന് ഓക്സിജൻ്റെ അളവ് കൂടുന്നില്ല, എന്നാൽ ടെസ്റ്റുകളൊക്കെ ലങ്സിനൊക്കെ അത്ര പറയത്തക്ക പ്രശ്നങ്ങളൊന്നും CT സ്കാൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, അത് സ്കോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പം അത് ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കാണ് അറിയണത് ചാച്ചന് ഇവിടെ വോക്കൽ കോഡ് എന്ന് പറയും. അതായത് നമുക്ക് ശ്വാസം എടുക്കുമ്പോഴും വലിക്കുമ്പോഴും അത് വേണം, അതല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന, അതിന് ക്ലോസ് ആകാൻ പാടില്ല. അപ്പോൾ ചാച്ചന് അത് ഓപ്പൺ ആയിരിക്കേണ്ട സംഭവം അത് ക്ലോസ് ആയിരിക്കുവാണ്. ഒരു കുറച്ചും കൂടി ഉള്ളൂ ക്ലോസ് ആകാൻ. ഡോക്ടർ എന്നെ കാണിച്ചു തന്നു, വീഡിയോ കാണിച്ചു തന്നു. ഡോക്ടർ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞങ്ങൾക്കത് പിടികിട്ടിയില്ലായിരുന്നു. ഇതായിരുന്നു ചാച്ചൻ്റെ ഇത്രയും നാളത്തെ പ്രോബ്ലം എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു സാധനം ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ ചാച്ചന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ചേച്ചിയും ഞാനും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എപ്പോഴും പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. ICU കയറുമ്പം ചാച്ചൻ്റെ പില്ലോയുടെ അടിയിൽ മാതാവിൻ്റെ കൃപാസന പത്രം വയ്ക്കുകയും കുരിശുരൂപം വയ്ക്കുകയും അതുപോലെ പുറത്തിരുന്ന് ഞങ്ങളെപ്പോഴും കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിച്ചു. അതുപോലെ ചാച്ചന് വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ സിസ്റ്റർമാരോട് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ചാച്ചൻ്റെ അടുത്ത് കാണാൻ എന്നെ ICUയിൽ കയറ്റുമ്പോഴത്തേക്ക് 2 നേരം കയറ്റി ചെല്ലുമ്പോൾ ഞാൻ വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പും ചാച്ചൻ്റെ വായി വെച്ച് കൊടുത്തു. കുരിശ് വരച്ച് വിശുദ്ധ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മരുന്നോ ലേപനമോ അല്ല, അവിടുത്തെ വചനങ്ങളാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് എപ്പോഴും ചാച്ചനെ കൊണ്ട് പറയിപ്പിച്ച് ഞാനും പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ചാച്ചൻ അപ്പോൾ അങ്ങനെ സാറ്റർഡേ ആണ് ഞാൻ ചെല്ലുന്നത്. മൺഡേ മോർണിംഗിൽ ലാരിങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ചാച്ചൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടി എപ്പോഴും അതിന് കയറാൻ പോകുമ്പോഴും ഒക്കെ വിശുദ്ധ തൈലം വെച്ച് ചാച്ചനെ പ്രാർത്ഥിച്ച് വചനങ്ങൾ പറയിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ചാച്ചനെ അതിൻ്റെ അകത്ത് കയറ്റി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു കുഴപ്പവും തോന്നുന്നില്ല, ചാച്ചൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ വന്നതെന്നറിയില്ല, എന്നെ കാണിച്ചു തന്നു. ഞാൻ കണ്ടതാണ് 2 ദിവസം മുമ്പ് വോക്കൽ കോഡ് ചാച്ചൻ്റെ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അത് ഓപ്പൺ ആയിട്ടിരുന്നു, അത് നന്നായിട്ട് മൂവ്മെൻ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഡോക്ടർ കാണിച്ചു തന്നതാണ് ചാച്ചൻ്റെ ഡയഗ്നോസിസ്. ബൈലാറ്ററൽ വോക്കൽ കോഡ് നെർവ് പാൽസി എന്നായിരുന്നു അതിനകത്ത് എഴുതിയത്. ഞാനപ്പോൾ ഞങ്ങളുടെ അബുദാബിയിലെ ഡോക്ടർമാരെ വിളിച്ചു പറഞ്ഞു. അവർ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ചാച്ചനുണ്ട്. അപ്പോൾ ശരിക്കും എയർവേ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ചാച്ചൻ്റെ കണ്ടീഷൻ എന്ന് ഓർത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു.
അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ ചാച്ചനെ ICU മാറ്റി. 85 ആയിരുന്ന സാച്ചുറേഷൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 8 ലിറ്റർ ഓക്സിജൻ കൊടുത്തിട്ടും ചാച്ചൻ്റെ സാച്ചുറേഷൻ 85 86 നിന്നതാണ്. ലാരിങ്കോസ്കോപ്പി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 94 93 ചാച്ചൻ്റെ സാച്ചുറേഷൻ. എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇത്രയും ദിവസം അവർ ആൻറ്റിബയോട്ടിക് കൊടുത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ചു വന്നു. 96 സാച്ചുറേഷനോട് കൂടി ചാച്ചനെ ചാച്ചനെ വാർഡിലോട്ട് റൂമിലോട്ട് മാറ്റി. മൺഡേയിൽ ഇത് ചെയ്തു, ട്യൂസ്ഡേ മാറ്റി. ഇന്ന് ചാച്ചനെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നടക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് വേറെ ഒരു കുഴപ്പവും ചാച്ചനില്ല എന്ന് മാത്രം പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി.